ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകുന്ന വളരെ രുചികരമായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോമസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓളും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ സോമസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു 2 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മൈദാ മാവ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി വേണ്ടത് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടിയാണ്. ഒരുപാട് വേണ്ട, അത് ഈ അളവിൽ മാത്രം മതിയാവും. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ഈ ഉപ്പും അതുപോലെ തന്നെ ഈ നെയ്യെല്ലാം മാവിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ആ ഒരു രീതിക്ക് ഒരു 30-40 സെക്കൻഡ് വരെ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഈ പലഹാരം പല സ്ഥലത്ത് പല പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. അതായത് ചില സ്ഥലങ്ങളിൽ സോമസ് എന്ന് പറയും, ചില സ്ഥലത്ത് മടക്ക് ബൂരിയൻ എന്ന് പറയും, പിന്നെ ഗുജിയ എന്ന് പറയും. അപ്പോൾ പല സ്ഥലത്ത് പല പേരിലാണ്. ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അതായത് നമ്മുടെ സാധാരണ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുമ്പോഴുള്ള ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അതുപോലെ ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് കട്ടിയും വേണ്ട, എന്ന് വെച്ചിട്ട് ഒരുപാട് ലൂസാക്കിയിട്ട് നമ്മളത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് നമ്മൾ സമയം എടുത്ത് തന്നെ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 10-20 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇതിങ്ങനെ തുറന്നു വെക്കരുത്. തുറന്നു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗത്ത് ആ ഒരു നമ്മൾ ഹാർഡ്നെസ് ആയിപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഒന്ന് അടച്ച് വേണം വെക്കാനായിട്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 10-12 അണ്ടിപ്പരിപ്പ് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം ബദാമും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പിസ്തയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നട്ട്സ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ അത് ചേർക്കാം. 2 എണ്ണമേ ഉള്ളൂവെങ്കിൽ ആ ഒരു നട്ട്സ് ആ ഒരു രീതിയിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നമുക്ക് എക്സ്ട്രാ വേറെ ഏതെങ്കിലും നട്ട്സ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ. ആവശ്യമായിട്ടുള്ള നട്ട്സും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് സമയത്ത് നമ്മളത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പകുതിയോളം അളവിൽ നമ്മുടെ നട്ട്സ് എല്ലാം ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടതാണ് ഒരു 1/4 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകി വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഈ ഒരു അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി തേങ്ങയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ വീണ്ടും ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. ഫസ്റ്റിലേ നമ്മുടെ ഈ തേങ്ങയും കൂടി ചേർത്തിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നട്ട്സ് ഒന്നും നന്നായിട്ട് റോസ്റ്റായി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ആദ്യം നമ്മുടെ നട്ട്സ് എല്ലാം ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ട് വേണം നമ്മൾ ഈ തേങ്ങ കൂടി ചേർക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുമ്പോൾ അത്രയും സമയം വെറുതെ പോകും. അതിനേക്കാളും നല്ലത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഈ തേങ്ങ എല്ലാം നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ചെറിയ രീതിയിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചോ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അതേ പാനിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർക്കാം. കൂടെ പിന്നെ വേണ്ടതാണ് ഒരു 1/4 കപ്പ് അളവിൽ റവയും കൂടി. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. റവയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അതായത് നമ്മുടെ ഈ റവയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം കേട്ടോ. ആ ഒരു സമയം വരെ നമ്മളൊന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ നമുക്ക് വെച്ചിരിക്കാവുന്നതാണ്. ഇതുപോലെ ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ റവയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ആ പാൽപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കാം. പാൽപ്പൊടിക്ക് പകരം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ പറ്റുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഇതുപോലെ ഒരല്പസമയം ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്.
ഒരു 1/4 കപ്പ് അളവിലല്ലേ നമ്മളിപ്പോൾ റവ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം. പിന്നീട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഈ പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ റവ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കേട്ടോ. ഒന്ന് വെച്ചിട്ട് ഒരുപാട് കുഴഞ്ഞു പോകരുത്. അപ്പം നമ്മൾ റവ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ ഒരു അളവിൽ തന്നെ നമ്മൾ പാലും കൂടി ചേർക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഈ റവയുടെ മിക്സ് കിട്ടാനായിട്ട്. അതായത് ഒരുപാട് ലൂസായി പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. ഒരുപാട് ലൂസായി പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്നാക്ക് വന്നിട്ട് പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയി പോകും. അങ്ങനെ ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടും കേട്ടോ. അതിൻ്റെ പേരിലാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ നട്ട്സ്, അത് ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാൻ സമയത്ത് ഒരു 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തേക്കണം. അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു, എഡിറ്റ് ചെയ്ത സമയത്തായിരുന്നു കേട്ടോ കണ്ടത്. നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിഞ്ഞു പോകരുത് കേട്ടോ. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പിൽ നിന്ന് ഒരല്പം കൂടി കുറവായിട്ടാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല രീതിക്ക് തന്നെ നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഈ കട്ടയായിട്ടുള്ളതെല്ലാം നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം കൈവച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ചെറിയ രീതിയിലൊന്ന് കുഴച്ചെടുത്ത ശേഷം ചെറിയ ചെറിയ പീസായിട്ട് നമ്മുടെ ഈ മാവ് എടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു ബൗളായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ സൈസിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മാവ് ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഷേപ്പൊന്നും വേണമെന്നുള്ള നിർബന്ധമൊന്നും ഇല്ല, നമ്മളൊന്ന് റഫായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു അച്ചാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കുള്ളതാണ് ഒന്ന് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം വേറെ ഷേപ്പിലുള്ളത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് ഒരു അല്പം നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം മാവ് വിതറി കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മളിതാ പരത്തി വെച്ചിരിക്കുന്ന ഇത് ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു അച്ചിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ മാവ് ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഭാഗത്ത് മാത്രം ചെറിയൊരു കുഴിവുള്ള ആ ഒരു ഭാഗം മാത്രം നോക്കി ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനുള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഫില്ലിംഗ് ഒന്ന് നിറച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമ്മുടെ അച്ചിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഫില്ലിംഗ് നിറയ്ക്കാവുന്നതാണ്. പിന്നെ ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതാ ഇതിങ്ങനെ ഈ ഒട്ടിപ്പിടിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തേക്ക് നമ്മൾ ആ ഫില്ലിംഗ് ഒന്നും ആകാത്ത രീതിയിൽ വേണം പ്രത്യേകം ശ്രദ്ധിച്ചൊന്ന് വെക്കാനായിട്ട്. ഇനിക്ക് വിരലിലേക്ക് ഒരു അല്പം വെള്ളം ഒന്ന് തൊട്ടതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ, അതായത് ഇതിങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ആ ഒരു ഭാഗത്ത് ഒരു അല്പം വെള്ളം ഒന്ന് നനച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ, മറക്കാതെ ഒന്ന് ചെയ്തേക്കണം. ഒരല്പം വെള്ളം ഇതുപോലെ ഒന്ന് കൊടുത്തേക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതങ്ങനെ പിരിഞ്ഞു പോകാതിരിക്കുള്ളൂ. എന്നിട്ട് നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി വരുന്നത് ഈ ഒരു രീതിക്ക് ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് പിന്നീട് ഈ ബാക്കി വരുന്ന ഈ മാവ് നമുക്ക് രണ്ടാമത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലിപ്പോൾ നമ്മുടെ ഈ അച്ചിലേക്ക് ഒരല്പം ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഉള്ളതിൻ്റെ പേരിൽ അതും കൂടി ലൈറ്റായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ളതും പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം നമുക്ക്. ഈ ഒരു രീതിക്ക് എല്ലാം നന്നായിട്ട് ഇന്നൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും മാത്രം ആവശ്യമായിട്ടുള്ള എണ്ണ ഒന്ന് വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ല ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം പെട്ടെന്ന് കളറ് മാറിപ്പോകും. അപ്പോൾ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിംഗ് എല്ലാം നമ്മൾ എല്ലാം വേവിച്ചെടുത്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ പുറത്തുള്ള ആ മാവ് മാത്രം നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാവും. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് സമയമായിട്ട് ഫ്രൈ ചെയ്ത് അതൊരു ബ്രൗൺ കളർ ആക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇനി ഇത് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്.
നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്ന്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ ഒരുപാട് നന്നായിട്ട് ഇഷ്ടമാവുന്നത് തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു 2-3 ആഴ്ച വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു എയർടൈറ്റ് ബോട്ടിലാക്കി വെച്ചിരുന്നാൽ മതിയാവും. വളരെ ക്രിസ്പിയും വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം.